ലോകത്തിന്റെ മുഴുവൻ ആവേശവും ഫുട്ബോളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ലോകകപ്പിനായി പന്ത് ഉരുണ്ട് തുടങ്ങിയിരിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കാനുള്ള ഒരു വക കൂടി ഇത്തവണത്തെ ലോകകപ്പിനുണ്ട്. തലശ്ശേരിക്കാരനായ വളപട്ടണംകാരനായ മുഹമ്മദ് തക്സീൻ ഇത്തവണ ലോകകപ്പിൽ കളിക്കുന്നു, ഖത്തർ ടീമിന് വേണ്ടി കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാന അർഹമായിട്ടുള്ള ഒരു നിമിഷമാണ്. നമുക്കൊരിക്കലും സ്വപ്നം കാണാൻ കൂടി കഴിയാത്തൊരു നിമിഷമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്? വളരെ സന്തോഷമാണ്. മലയാളികൾ മാത്രമല്ല എല്ലാ ഇന്ത്യക്കാർക്കും ഉള്ളൊരു സന്തോഷിക്കാനുള്ള മുഹൂർത്തമാണ് ഇത്. അതായത് ഇങ്ങനെ ഒരു പൊസിഷനിലെത്തി അവന്റെ ഹാർഡ് വർക്കാണ്, അവന്റെ ഡെഡിക്കേഷൻ ഒരു റിസൾട്ടാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഈ തക്സിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അവൻ ജനിച്ചു വളർന്നത് ഖത്തറിലായിരുന്നു. അവിടെ തന്നെയാണ് അവന്റെ ഫാദർ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, മുംബൈ യൂണിവേഴ്സിറ്റിക്കൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യത്തിൽ അവൻ പണ്ട് ചെറുപ്പം തൊട്ടേ കളിക്കാറുണ്ടായിരുന്നു. ഈ വളപട്ടണത്തിന്റെയൊക്കെ ഒരു പ്രത്യേകത നമുക്കറിയാവുന്ന പോലെ ഈ ഫുട്ബോളിന്റെ ഒരു ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല നിരവധി ക്ലബ്ബുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ലാൻഡ് എന്റെ ഒരു പ്രത്യേകത എന്താണ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം? വളപട്ടണം ടൗൺ സ്പോർട്സ് ക്ലബ്ബ് 50 വർഷത്തോളമായി ഈ ഫുട്ബോൾ വളവട്ടം നടക്കുന്നത്. അതൊരു പ്രത്യേക ഒരു ആവശ്യം തന്നെയാണ്. വളവട്ടണം സെവൻസ് വന്ന് കൂടാതെ നീഗ്രോ അറിയാലോ, നൈജീരിയക്കാരും മറ്റേവരെല്ലാം വന്നിട്ട് അത് വളവട്ടത്ത് വന്നു കഴിഞ്ഞാൽ വലിയൊരു ആവേശമാണ്. വലിയൊരു മത്സരമാണ്. കാരണം ഈ വളവട്ടത്ത് സെവൻസ് ഫുട്ബോൾ നടക്കുന്ന പല സ്ഥലത്തും പല പുറത്തും തളിപ്പറമ്പ് മുതൽ അഴീക്കൽ കണ്ടൂരിൽ മുതൽ നല്ലൊരു കാണികൾ വളവട്ടണം ഗ്രൗണ്ടിലേക്ക് നിറയാറുണ്ട്. നിറന്റെ സാന്നിധ്യമാണ്. ഈ തസീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വളവട്ടത്തിന്റെ നമുക്ക് മൊത്തത്തിൽ വലിയൊരു അഭിമാനമാണ്. കാരണം ആരും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും വർഷമായിട്ട് ഒരു ഇന്ത്യക്കാരും ലോകകപ്പിൽ കളിക്കുന്നുണ്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. നമുക്ക് ഭാഗ്യം കിട്ടിയ മുത്താണ് തസിന്റെ ഹോം ഗ്രൗണ്ടാണ് ഇവിടെ അടുത്തുണ്ട്. ഹോം ഗ്രൗണ്ട് എന്തായാലും തഹസിൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ പൊസിഷനിലേക്ക് എത്തിയെന്നുള്ള ചോദ്യത്തിന്റെ ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ളൊരു ഉത്തരം ഈ വളപട്ടണം എന്ന് പറയുന്ന ഈ നഗരം, ഈ പ്രദേശം അത് ഫുട്ബോളിനെ അത്രമേൽ ഹൃദയത്തോട് ചേർത്തിരുന്നു എന്ന് തന്നെയാണ് ഇവിടുന്ന് പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഉമ്മേന്റെ സഹോദരൻ ചേർന്നുണ്ട്. കുടുംബത്തെ സംബന്ധിച്ച് കുടുംബം വളരെയധികം സന്തോഷത്തിലാണുള്ളത്. അവന് കളിച്ച് നല്ലൊരു ഗോളെല്ലാം അടിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആരോഗ്യവും എല്ലാം അവന് കൊടുക്കട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇത്തവണത്തെ ഈ ഫുട്ബോളിനെ നിറഞ്ഞ സന്തോഷത്തോടെയാണ്, വലിയ ഒരുക്കങ്ങളോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. എന്താണ് വളപട്ടണത്തെ ഈ പ്രത്യേക ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ ഒരു ബിഗ് സ്ക്രീൻ ഇവിടെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ ഡെക്കോർ ചെയ്യുക, മൊത്തം വലിയ ലൈറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ മൊത്തമായിട്ട് ഇത് ചെയ്യുക. പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ വേൾഡ് കപ്പിൽ പല ഫുട്ബോൾ കപ്പിൽ ഫിഫയ്ക്ക് പല കളിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ വംശർ കളിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു മലയാളി ആദ്യമായിട്ടാണ്, അതൊരു 19 വയസ്സ് ഉള്ളൊരു പയ്യൻ, ചെറിയ പയ്യൻ, സ്റ്റുഡന്റ്. അതൊരു ഭാഗ്യമുള്ള ഒരു കുട്ടിയാണ്. അവന്റെ ജീവിതം തന്നെ ഫുട്ബോളാണ്. അവരുടെ മാതാപിതാക്കൾ പറയുന്നത് അവന്റെ ജീവിതം തന്നെ ഫുട്ബോൾ. ഉപ്പയുടെ കൈ പിടിച്ചിട്ടാണ് പ്രാക്ടീസിന് പോവുക. ഉപ്പ കളിക്കാൻ പോകുമ്പോൾ പുറത്തിരുന്നിട്ട് ബോൾ തട്ടും. അത്രയും ഫുട്ബോൾ എന്നത്തെ കുട്ടിയുടെ ഹൃദയമാണ്. ഇവിടെ വെച്ചാൽ ഇവിടെ ഏത് സ്പോർട്സിന് നമ്മൾ അംഗീകരിക്കുന്നത്, വടംവലി ആയാലും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ക്യാരംസ് ടൂർണമെന്റ് ആയാലും ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആണ് സ്റ്റോൺ സ്പോർട്സ് ക്ലബ്ബ്. അവർ 50 വർഷം കഴിഞ്ഞു 10-35 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്തി വിജയകരമായി. ലോകത്തുള്ള അതായത് ഇന്ത്യയിലെ പ്രഗത്ഭ ടീമുകൾ പങ്കെടുത്തൊരു ക്ലബ്ബാണ് സെവൻസ് ഫുട്ബോൾ സ്റ്റോൺ സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ ഈ നഗരവും ഇന്ത്യയും മൊത്തം കേരളം വിദേശ മലയാളികളടക്കം മലയാളികൾ എവിടെയുണ്ടോ, യൂറോപ്പിലായാലും വിദേശത്ത് അറബ് രാഷ്ട്രങ്ങളായാലും അവിടേക്ക് തഹസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരാധന കൂട്ടമാണുള്ളത്. അതിനോടനുബന്ധിച്ച് നമ്മൾ ഇത് വളരെ നമ്മൾക്ക് ഡിപ്പാർട്ട്മെന്റ് വളരെയധികം സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അവരായിട്ട് ഒരു ഷോ മാച്ച് വെച്ചു. ഇന്നലെ അവർ ഘോഷയാത്ര നടത്തി. അതൊക്കെ ഭയങ്കര DJ ബസ്സും മറ്റും എന്ത് പറയാൻ അത് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ 14-ാം തീയതിയാണ് തഹസീന്റെ ഫസ്റ്റ് ബോള് തട്ടുന്ന ആ മോൻ തട്ടുന്ന ഒരു ദിവസത്തിൽ നമ്മൾ കാത്തുനിൽക്കുന്നു. ഊണും ഉറക്കവും മിഞ്ഞ് എല്ലാ കുട്ടികൾ, ചെറിയ കുട്ടികളെ മനസ്സിൽ വരെ എൻ്റെ മോളെ കൊണ്ട് 3.5 വയസ്സാണ് തഹസീന്നാണ് വരയ്ക്കുന്നത്. ഇവിടെ കണ്ടാൽ ഇങ്ങനെ മുഖം മൂടി ഇട്ടിട്ടാന്ന് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോയ ജേഴ്സി ഇട്ടിട്ട് അവന്റെ ഒരു ചെറിയ കുട്ടികളെ ഹൃദയത്തിലായി ആ മോന്. അതുകൊണ്ട് അവനൊരു ഗോള് അവന്റെ കാലിൽ നിന്ന് പിറവി ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും
പ്രാർത്ഥനയിലാണ്. ഈ നാടിന്റെ ആഘോഷങ്ങൾക്ക് ഒപ്പമുണ്ട് എന്നാണ് വളപട്ടണം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എല്ലാ ആഘോഷങ്ങൾക്കും ഈ നാട്ടുകാർക്ക് പൂർണ്ണ പിന്തുണയുമായി എത്തുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അതെ അതെ, വളരെ വളരെ സന്തോഷമുണ്ട്. എല്ലാ ഉത്സവങ്ങളിലും പോലീസ് ഉണ്ട്. പക്ഷെ ആ പോലീസ് സാധാരണ അവർക്കൊരു കാവൽക്കാരായിട്ടാണ്. അവിടെ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പോലീസ് ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ആഘോഷങ്ങൾക്ക് മുൻകൈ എടുത്തതെന്നാണ്. പോലീസുകാർ തന്നെ ഈ ആഘോഷത്തോട് ചേരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് വളട്ടും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ആഘോഷങ്ങള് ഈ നമ്മുടെ ഈ ഇവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റെടുക്കുന്നതിനേക്കാളും മുന്നേ തന്നെ ഞങ്ങളായിരുന്നു തുടങ്ങിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവരുടെ പിന്തുണയുണ്ട്. ഇവിടെ വെറ്ററൻസും വളവട്ടണം പോലീസും തമ്മിലുള്ള ആദ്യ മത്സരം ഇവിടുത്തെ ടർഫിൽ വെച്ച് നടത്തി. അത് നമ്മുടെ തഹസിലിനുള്ളൊരു ട്രിബ്യൂട്ടായിട്ടായിരുന്നു. അപ്പം പോലീസ് എല്ലാവിധ സഹായവും അതോടൊപ്പം സഹകരണവും കൊടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ആഘോഷത്തോടൊപ്പം പങ്കുചേരുന്നുണ്ട്. എന്തായാലും 2 ദിവസം കൂടി കഴിയുമ്പോൾ ആകാംക്ഷഭരിതമായ ആ കളി നടക്കും. തക്സിന്റെ കാലുകളിൽ നിന്ന് ഗോൾ വല നിറയട്ടെ എന്നുള്ള മനം നിറഞ്ഞ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ നാട്ടുകാർക്കും ഈ സ്വന്തക്കാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഉള്ളത്. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.